പീരുമേട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. വാഗമൺ പുള്ളിക്കാനത്ത് നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്. ട്രൈഫോഡിൽ പര്യടനം സമാപിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം M. മോനിച്ചൻ ഉദ്ഘാടനം ചെയ്തു. പീരുമേട് നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ പഞ്ചായത്തുകളിലൂടെയുള്ള പര്യടനം പുരോഗമിക്കുകയാണ്. ഇന്ന് ഏലപ്പാറ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പര്യടനം നടത്തിയത്. കത്തുന്ന വെയിലിനെ പോലും വകവയ്ക്കാതെയാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ കാത്തുനിന്നത്. സ്ഥാനാർത്ഥിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ജ്ഞാനപ്രകാശ്, ഗണേശൻ, സന്ധ്യ, അനിത, അന്നത്തായി, തമ്പാൻ, വർഗീസ്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് മാറ്റമുണ്ടാവണം. നാടിന് വികസനം നടത്താൻ തനിക്കൊരു അവസരം നൽകണമെന്നാണ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചത്. നിങ്ങളോടൊപ്പം നിന്ന് ഈ പ്രദേശത്ത് നമ്മുടെ ഈ പീരുമേട് നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു അവസരം തരണം. നിങ്ങൾ തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയായി നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ നാടിന്റെ ഇവിടെ സ്നേഹവും സഹോദര്യവും നാടിന്റെ സമൃദ്ധിയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാനായിട്ട് ജനസേവനം നടത്തുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇവിടെ നമുക്കറിയാം, ഇവിടെ വികസന കാര്യങ്ങളിലൊക്കെ വലിയ മുരടിപ്പ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായി. അതിനൊരു മാറ്റം ഉണ്ടാകണം. ഇവിടെ നമുക്കറിയാം, ഉളുപ്പുള്ളി റോഡിന്റെയും അതുപോലെ തന്നെ വട്ടപ്പതാല്, വള്ളപ്പതാല് റോഡ്, വെള്ളപ്പതാല്, കാറ്റാടിക്കവല റോഡ്. ഞാൻ ഈ റോഡിന്റെ കാര്യം ഏതാണ്ട് 10 വർഷം മുമ്പ് അവിടെ ഞാൻ കടന്നു ചെന്നപ്പോൾ, ഞാനൊരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ അന്ന് നമ്മൾ ഉറപ്പ് കൊടുത്തതാണ് ഇത് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ നമുക്ക് ഭരണവുമില്ല, MLA ഇല്ലാത്തൊരു സ്ഥിതിയാണ്. ഇപ്രാവശ്യം നമുക്ക് ഈ റോഡൊക്കെ നമുക്ക് ഗതാഗത യോഗ്യമാക്കണം. സ്വീകരണ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് ജോസഫ്, DCC അംഗം ഷാഹുൽ ഹമീദ്, അഡ്വക്കേറ്റ് PP പ്രകാശ്, മജോ കാരിമുട്ടം, സാബു വെങ്ങവേലി തുടങ്ങി UDF നേതാക്കൾ വിവിധ യോഗങ്ങളിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.